ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഓണമൊക്കെ ഇങ്ങ് അടുത്ത് വരാറായില്ലേ. അപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് പുതിയ ഉടുപ്പുകൾ എടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് പറയുക, ഓണത്തിന് വേണ്ടി കുറേ പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് ഫ്ലവർ ഡെക്കറേഷൻസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ എല്ലാ വീടുകളും ഞാൻ കൂടുതലും ഡെക്കറേറ്റ് ചെയ്ത് കാണുന്നത് ഒന്നെങ്കിൽ മുല്ലപ്പൂ വെച്ചോ, അല്ലെങ്കിൽ ചെണ്ടുമല്ലി, ജമന്തി, അങ്ങനെയുള്ള ഫ്ലവർ, പിന്നെ താമര, ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ കൂടുതലും ഡെക്കറേഷൻസ് കൂടുതലും കണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് വാടാർമല്ലി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. വാടാർമല്ലി വെച്ചിട്ട് ഞാൻ അങ്ങനെ അധികം ഫ്ലവർ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും അധികം കാണാറില്ല, കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമല്ല കേട്ടോ. അപ്പം വാടാർമല്ലി എങ്ങനെയാണ് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ഈ വാടാർമല്ലി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം നമുക്ക് ഒരു വൈൻ കളറ് ത്രെഡാണ് വേണ്ടത്. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഓൾറെഡി ഉള്ളത് 8 പ്ലേയുടെ ഞാൻ ഹോബി സ്റ്റോറിൽ നിന്ന്, അതായത് മാജിക് നീഡിൽ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള 8 പ്ലേയുടെ ഒരു വൈൻ കളറ് ത്രെഡാണ് ഉള്ളത്. ഇത് കോട്ടൺ ത്രെഡാണ്. ഇത് ഉണ്ടാക്കണമെങ്കിൽ കോട്ടൺ ത്രെഡ് വേണമെന്ന് തന്നെയൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, വൂളിൻ്റെ ത്രെഡൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കുറച്ച് അധികം ക്വാണ്ടിറ്റി വേണ്ടതായതുകൊണ്ട് ചുറ്റി എടുക്കുമ്പം നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി വേണം. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് എംബ്രോയ്ഡറി ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് പൈസ കൂടുതലായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു റോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ത്രെഡാണ്. അത് ഈ കളറ് തന്നെ വേണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഇതായിട്ട് തോന്നില്ല. ഇത് വേണ്ട, ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കണത് തോന്നണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കളറായിട്ട് തന്നെ വേണേ. ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വയറാണ്. കനം കുറഞ്ഞ വയറാണ് നമുക്ക് വേണ്ടത്. ഫ്ലവർ മേക്കിംഗ് ചെയ്യുന്ന എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് ഈ അലുമിനിയം വയറുകൾ. ഇതിൽ ഏറ്റവും കനം കുറഞ്ഞതാണ് നമ്മൾ ഇതിന് ഏറ്റവും എഫക്റ്റീവായിട്ട് വരുന്നത് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ഉൾഭാഗത്ത് നമ്മളിത് കാണും. അപ്പം ഇതിന് പല ടൈപ്പിൽ നമുക്ക് കിട്ടും. ഇതുപോലെ കനം കൂടിയ വയറ് കാര്യങ്ങളെല്ലാം കിട്ടും. ഇത് നമുക്ക് ഇതിൻ്റെ തണ്ടൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പം വേണമെങ്കിൽ ആ ഭാഗത്തേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കനം കുറഞ്ഞ വയറ് എടുക്കണം കേട്ടോ. ഇതാണ് നമുക്ക് വേണ്ട വയറ്, കനം കുറഞ്ഞത്. പിന്നെ വേണ്ടതൊരെണ്ണമാണ് അതിൻ്റെ വയറ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രീൻ ടൈപ്പ്. ഇത് നമുക്ക് പല കളറിൽ കിട്ടും. ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ലൈറ്റ് ഗ്രീൻ, ബ്രൗൺ, ഡാർക്ക് ഗ്രീൻ, ഇങ്ങനെയൊക്കെ ആയിട്ട് ഇത് കണ്ടോ, ഇതുപോലെ ലൈറ്റ് ഗ്രീന്, ബ്രൗൺ, ഡാർക്ക് ഗ്രീൻ, ഇതിങ്ങനെയൊക്കെ പല കളറിൽ നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് ഇപ്പോൾ ലൈറ്റ് ഗ്രീനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാ തണ്ടിനും ഒരേ കളർ കൊടുക്കുക. ഡിഫറെൻറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ഡാർക്ക് കളറ് ഗ്രീൻ കളറാണ് കേട്ടോ ടൈപ്പ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത്രയാണ് നമുക്ക് ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടത്. പിന്നെ വേണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു വെൽവെറ്റിൻ്റെ ലീഫുകളാണ്. ഇത് നമുക്ക് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ലീഫ് മേടിക്കാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഫ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ടിഷ്യൂ പേപ്പേഴ്സ് കിട്ടും, നമുക്ക് ക്രഷ് ചെയ്ത ടൈപ്പൊക്കെ. അതിൻ്റെ അകത്ത് നമുക്ക് ഗമ്മ് തേച്ച് വയറ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി കുറേ വർഷം മുമ്പ് എൻ്റെ കയ്യിൽ മേടിച്ചിട്ട് സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ് ഈ ലീഫുകൾ. ഇത് 2 സൈസിലുള്ളതുണ്ട് കണ്ടോ, വലുതുമുണ്ട് ചെറുതുമുണ്ട് ആർട്ടിഫിഷ്യൽ ലീവ്സ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി എനിക്ക് പണി കുറഞ്ഞ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ലീഫുകൾ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഒരു ഫില്ലേഴ്സ് പോലെ എടുക്കുന്ന കാര്യമാണ്. ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മതി. മസ്റ്റായിട്ട് വേണ്ട 2 കാര്യങ്ങൾ വിട്ടുപോയേ. ഒന്നൊരു കാർഡ്ബോർഡ്, ഇതുപോലത്തെ ഒരു പീസ് കാർഡ്ബോർഡ് നമ്മൾ എടുക്കുക. കാരണം ത്രെഡ് നമുക്ക് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കനമുള്ള ഒരു കാർഡ്ബോർഡ് എടുക്കുക. പിന്നെ ഇതുപോലത്തെ ത്രെഡ് കട്ടർ എടുക്കുക. മനസ്സിലായോ? ഇതായിരിക്കും നമുക്ക് അതിൻ്റെ ഷേപ്പിന് അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. സിസേഴ്സ് വെച്ചും ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ ഏതാണ് നമുക്ക് സൗകര്യം കൂടുതൽ വരുന്നത് അതെടുക്കുക കേട്ടോ. ബാക്കിയുള്ളത് നമ്മളത് ഇതുപോലെ ഒരു ഇതിലോട്ടാണ് ഞാനിത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഒയാസീസ് ഉണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ചതാണ്, ഒരു ഭാഗം കട്ട് ചെയ്യാണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു.
ഒയാസീസ് എടുക്കുക. നമ്മൾ ഏത് ഇതിലോട്ടാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് അത്രയും ക്വാണ്ടിറ്റി നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുക. അതിൻ്റെ ഫില്ലേഴ്സ് എടുക്കുക. അതിൻ്റെ ബേസ് എന്താണ് കൊടുക്കേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൊടുക്കുക. അതിൻ്റെ ഫില്ലേഴ്സായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇത് നമുക്ക് ഈ ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ കൂടുതലും ഡെക്കറേഷന് ഉപയോഗിക്കുന്ന പൈൻ ട്രീ ലീവ്സ് ആണ് കേട്ടോ. അത് എനിക്കിങ്ങനെ ഒരു ബഞ്ച് ഇങ്ങനെ എന്താ പറയുക അതിനെ ഇങ്ങനെ ഒരു വള്ളിയായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതാ ഇങ്ങനെ അതിൽ നിന്ന് ഞാനിതിങ്ങനെ പറിച്ച് മാറ്റി എടുത്തു വെച്ചതാണിത്. നമുക്ക് എന്തൊക്കെ ഡെക്കറേഷന് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയാണ് ഞാൻ മേടിച്ചത് കേട്ടോ. എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് ഞാൻ മേടിച്ചത്. ഇതിന് ഒരു പാക്കറ്റിന് ഒരു 50 രൂപയാണ്. ഞാനിവിടെ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ, എറണാകുളം മാർക്കറ്റിൽ. ആ ഒരു ക്രിസ്മസ് ടൈമിലൊക്കെ നമ്മൾ പർച്ചേസിങ്ങിന് പോകുമ്പോൾ ഇതുമാതിരിയുള്ള ലീഫുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് കുറേ വെറൈറ്റി കിട്ടും. അതുപോലെ ഒന്ന് മേടിച്ചതാണ് ഞാൻ ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു ലീഫും കൂടിയുണ്ട്. ഇങ്ങനെയുള്ള ലീഫുകളൊക്കെ ഞാൻ കൂടുതൽ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. കാരണം നമുക്ക് ഇതുപോലെയുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളും വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഫില്ലേഴ്സായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഈസിയാണ്. ഇത് ഞാൻ പിന്നെ ഒരു ഓൺലൈനിൽ മേടിച്ചൊരു സാധനമാണ്. ഇതും നമുക്ക് ഫില്ലേഴ്സായിട്ടാണ് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ബേബീസ് ബ്രെത്ത് എന്ന് പറയുന്ന ഈ ഒരു ഫ്ലവറും കൂടി ഞാൻ ആദ്യം വിചാരിച്ചു ജാസ്മിൻ ഉണ്ടാക്കി അത് ഫില്ലേഴ്സ് കൊടുക്കാമെന്നാണ്. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നോക്കിയപ്പം ഇതുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ജാസ്മിൻ വെച്ച് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഈ വർഷം ഒരു ചേഞ്ചിന് ഇത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഇങ്ങനെ ബഞ്ചായിട്ട് തന്നെയാണ് കിട്ടുന്നത് കണ്ടോ. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇത് ഞാനിങ്ങനെ ഊരിയെടുക്കുക ചെയ്യുന്നത്. നമുക്കിതിൻ്റെ എന്താ പറയുക, അടിയിൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച കട്ടിയുള്ള വയറ് നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് ഗ്ലൂ ഗൺ വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കിത് എത്ര ലെങ്ത്തിന് വേണോ എന്നുള്ളതൊക്കെ അനുസരിച്ച്, അപ്പം നമ്മളിത് കൊടുക്കുമ്പം ഈ ലൈറ്റ് കളറ് ടേപ്പ് വെച്ചിട്ട് വേണം ആ വയർ കവർ ചെയ്യാൻ കേട്ടോ, ഇതുമായിട്ട് മാച്ചായിട്ട് നിൽക്കുന്നത് പോലെ. എന്നിട്ട് നമുക്ക് എത്ര ലെങ്ത്തിന് വേണോ, എത്ര ലെങ്ത്ത് കുറച്ച് ചെയ്യണോ അതുള്ളതൊക്കെ അനുസരിച്ച് നമുക്കിത് ഇതാക്കാം. അപ്പം നമ്മൾ ഇതൊക്കെ ഫില്ലേഴ്സാണ്. ഇതാണ് ഞാൻ ബേബീസ് ബ്രെത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ലീഫ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റും കുത്തി കൊടുക്കാം. ഇങ്ങനെ 3 എണ്ണം ഒരുമിച്ചാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടുണ്ട്. ഇതിൽ ചില ലീഫുകൾക്ക് ഞാൻ ഇതുപോലെ തണ്ട് വെച്ച് ഡാർക്ക് ഗ്രീൻ വെച്ച് ഞാനിങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചിലതിന് ഞാൻ വെച്ചിട്ടില്ല. പിന്നെ ഇത് പൈൻ ട്രീയുടെ ലീഫുകൾ നമുക്കിതിങ്ങനെ കിട്ടുന്നത് അത് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫില്ലേഴ്സ് എന്ന് പറയണത് ഇത്രയും സാധനങ്ങളാണ്. അതല്ലാതെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ത്രെഡ്, ഇത് കട്ടറ്, ടേപ്പ്, പിന്നെ വയറ്. അപ്പോൾ നമുക്ക് ഈ ഫില്ലേഴ്സ് ആയിട്ടുള്ള സാധനങ്ങൾ മുഴുവനും നമുക്കൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാവേ. ഇത് നമുക്ക് സെറ്റ് ചെയ്യണ ടൈമിലേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഒരു കാർഡ്ബോർഡാണ് വേണ്ടത്. ഇതിൻ്റെ അളവൊന്ന് പറഞ്ഞു തരാം. നമുക്ക് ഇതിൻ്റെ ഒരു ലെങ്ത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു 7.5 അല്ലെങ്കിൽ ഒരു 7 സെൻറ്റിമീറ്റർ വരുന്ന ലെങ്ത്തിനാണ് ഒരു കാർഡ്ബോർഡ് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റാൻ പാകത്തിനുള്ള വലുപ്പത്തിന് വേണം കാർഡ്ബോർഡ് നീളത്തിന് എടുക്കാനായിട്ട്. ഇതിൽ ഞാൻ അറ്റ് എ ടൈം 2 ഫ്ലവറാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഈ കമ്പിയുടെ അതായത് ഈ വയറിൻ്റെ കനം ഇത്രയേ ഉള്ളൂ കണ്ടോ, ഇത്രയും കുറവാണ്. അപ്പോൾ ഇതിന് ഞാൻ ഡബിളാക്കി എടുത്തിട്ടുണ്ട്. ഡബിളാക്കി എടുത്തിട്ട് 2 വയർ കണ്ടോ, 2 വയർ എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ ഈ കാർഡ്ബോർഡിൻ്റെ ഈ ഭാഗത്തും ഒരെണ്ണം അടിയിലുമായിട്ട് വെക്കുകയാണ് കണ്ടോ. ഇതിങ്ങനെ വെക്കണം എന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രെഡ് ചുറ്റി കഴിഞ്ഞതിന് ശേഷം ഈ വയർ അടിയിൽ കൂടെ കയറ്റിയാലും ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. ഇനി ഞാൻ എൻ്റെ ത്രെഡ് എടുത്തിട്ട് ഇതിന് ഞാൻ ഒന്ന് ചുറ്റാൻ തുടങ്ങുകയാണ്. അതായത് ഇങ്ങനെ ഈ ലെങ്ത്തിനല്ല ചുറ്റേണ്ടത് കേട്ടോ, ഈ പറഞ്ഞ 7 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് ചുറ്റേണ്ടത്. ഇതിന് ഞാനിങ്ങനെ ചുറ്റുക. ഇത് ഏകദേശം ഒരു നല്ല കനത്തിൽ ചുറ്റിയെടുക്കണം കേട്ടോ. ഒരു 19-60 പ്രാവശ്യമൊക്കെ നമ്മൾ ചുറ്റേണ്ടി വരുവേ.
ഓക്കെ, ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ അടുത്തത് ഇനി ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വയറിനെ നമ്മൾ കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ആക്കി പിടിക്കുക. ഉണ്ടോ ഇങ്ങനെ. ഇപ്പോൾ ഈ വയർ ഇങ്ങനെ വെക്കാത്ത ആൾക്കാരാണെങ്കിൽ ഈ സമയത്ത് വയർ നമ്മൾ എല്ലാ ത്രെഡിൻ്റെ അടിയിൽ കൂടിയും കയറ്റിയിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. അപ്പോൾ ഓൾറെഡി വയർ നമ്മൾ മുമ്പ് വെച്ചതുകൊണ്ട് നമുക്കത് ഈസിയാണ്. ഇനി ഈ വയറിൻ്റെ കറക്റ്റ് സെൻറ്റർ പിടിച്ചിട്ട് ഈ ത്രെഡിൻ്റെയും കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ കനം കുറഞ്ഞ വയർ നമ്മൾ എടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. കണ്ടോ? എന്നിട്ട് ഇതിനെ നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്യണം. നമ്മൾ ഈ ത്രെഡൊക്കെ പിടിച്ച് വലിച്ച് ടൈറ്റ് ചെയ്യില്ലേ, അതുമാതിരി നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയാണ് നമ്മൾ കുറച്ചും കൂടി നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും കനം കുറഞ്ഞ വയറെടുക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരെണ്ണം ശരിയാക്കി. കണ്ടോ? ഇനി നമുക്ക് ഇപ്പുറത്തോട്ട് മറിച്ച് ഈ ഭാഗവും അതുപോലെ തന്നെ നമുക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് ത്രെഡിനെ നമുക്കിവിടെ വെച്ച് കട്ട് ചെയ്ത് ത്രെഡിൻ്റെ റോള് കഴിഞ്ഞു. ത്രെഡ് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ വയറും ഇതുപോലെ തന്നെ സെൻറ്ററിലോട്ടാക്കി നല്ലതുപോലെ ടൈറ്റാക്കി, ത്രെഡിൻ്റെ സെൻറ്റർ ആയിരിക്കണം കേട്ടോ, സെൻറ്ററിലേക്കാക്കി ടൈറ്റാക്കി നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. അറ്റ് എ ടൈം നമ്മൾ 2 ഫ്ലവറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് 2 ഫ്ലവർ കിട്ടും. നമ്മൾ പിരിച്ചതാ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇതാണ് കിട്ടുന്നത്. കണ്ടോ? ഇനി നമുക്ക് ഇതിനെ ഈ ത്രെഡിൽ നിന്ന് ഈ കാർഡ്ബോർഡിൽ നിന്ന് ഈ ത്രെഡ് നമ്മൾ ഊരിയെടുക്കുക ചെയ്യുന്നത്. പയ്യെ നമുക്ക് നല്ല ടൈറ്റിനായിരിക്കണം നമ്മൾ ചുറ്റിയെടുക്കേണ്ടത്. ഊരുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് ഊരിയെടുക്കണം കേട്ടോ. ഇങ്ങനെ ഊരിയെടുത്തു. ഇനി ഈ കാർഡ്ബോർഡിൻ്റെ റോള് തീർന്നു. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ അറ്റവും കട്ട് ചെയ്തിട്ടില്ല, നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ത്രെഡ് കട്ടർ എടുത്തിട്ട് ഈ ഭാഗം കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഭാഗവും കട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് 2 ഇത് കിട്ടി. കണ്ടോ? 2 ഫ്ലവർ ഉണ്ടാക്കാനായിട്ടുള്ള ഇത് ഓൾറെഡി നമുക്ക് വയർ അറ്റാച്ച് ചെയ്ത് കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ ആക്കണം. ഇങ്ങനെയാണ് നമ്മൾ പിടിക്കേണ്ടത് കേട്ടോ. ഇതിനെ ഇങ്ങനെ ആക്കണം. ഇവിടെ വരെ മനസ്സിലായല്ലോ. ഇനി നമുക്കിതിനെ ഈ ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഈ ഷേപ്പിൽ നമുക്ക് കട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിസേഴ്സ് അല്ലെങ്കിൽ ഈ ത്രെഡ് കട്ടർ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞത്. നമുക്ക് വലിയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ കുറച്ചും കൂടി കട്ട് ചെയ്യാൻ ഈസി ഇങ്ങനത്തെ കട്ടറാണ് കേട്ടോ. നമ്മൾ ഇതിനെ ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് പരത്തി പിടിക്കുക, ഈ ത്രെഡുകളെ എല്ലാത്തിനെയും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുക. മനസ്സിലായി? ഇങ്ങനെ ചെരിച്ച് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താണ് കൊടുക്കേണ്ടത്. ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങനെ പരത്തി പിടിക്കുക. ഈ ത്രെഡിന് നമ്മൾ ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ത്രെഡ് കട്ടിംഗ് ആണ് ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഈ കട്ടിങ്ങിൻ്റെ ഇത് ശരിയല്ലെങ്കിൽ നമുക്ക് ആ ഫ്ലവറിൻ്റെ ആ ഷേപ്പ് കിട്ടില്ല. ഇതിനെ നമ്മളിങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പയ്യെ ഇത് കണ്ടോ. അപ്പോൾ ഈ അടിയിലുള്ള ത്രെഡുകളെല്ലാം നീളം കുറവും നടുക്കിൽ നിൽക്കുന്ന ത്രെഡുകൾക്ക് നീളം കൂടുതലുമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ? ഇങ്ങനെയുള്ളൊരു ഷേപ്പാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഷേപ്പിലോട്ട് ആക്കിയെടുക്കാൻ നമുക്ക് കുറച്ചൊരു കട്ടിങ് സ്കില്ല് വേണം.
കട്ടിങ് സ്കില്ല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്താണ് നമുക്ക് ആ സ്കില്ല് വരുന്നത്. നമ്മളതിനെ നടുഭാഗത്തെ ഈ ത്രെഡിൻ്റെ ഭാഗവും നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിക്കളയരുത് കേട്ടോ ആദ്യം തന്നെ. പിന്നെ ചെയ്ത ഷേപ്പൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിപ്പോൾ എല്ലാം ഇൻഡിവിജ്വൽ ഇങ്ങനെ ഓരോരോ ഇത്ര ഏജ് പ്ലേ ആയിട്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കണ്ടോ. ഇതിനെ നമുക്ക് ഒന്ന് വിടർത്തിയെടുക്കാം. അതിനിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കനം കുറഞ്ഞ ചെറിയ എന്താണ് തലമുടിയൊക്കെ ചീകുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചീർപ്പുണ്ടെങ്കിലൊക്കെ നമുക്ക് അത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ആക്കി കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ത്രെഡ് കട്ടർ തന്നെയാണ്. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചീവി കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഓരോ ത്രെഡും സെപ്പറേറ്റ് ആയിട്ട് വരും അതിൻ്റെ ഇഴകൾ. പിന്നെ നമുക്ക് നമ്മളെ ഫേസ് ചെയ്യുന്ന മാതിരി ഇത് പിടിച്ചിട്ട് ഇത് നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് ഇവിടെ പിരിച്ച് വെച്ചില്ലെങ്കിൽ നമ്മളിത് ചെയ്യുമ്പോൾ ഈ ത്രെഡ് ഇങ്ങനെ ഊരി കയ്യിലോട്ട് പോരും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ഫോഴ്സ് കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ കണ്ടോ ഇതിങ്ങനെ ത്രെഡ് ഇങ്ങനെ സെപ്പറേറ്റ് ഇത് കണ്ടോ ഇങ്ങനെ ഊരിപ്പോരും ഒരുപാട് ഫോഴ്സ് കൊടുത്താൽ. അപ്പോൾ ഇവിടെ ലൂസാവും. ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച്, ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും ചെയ്തത് അല്ലെങ്കിൽ കുളമാവും. ഇതിപ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ നമുക്ക് ഇത് കാണാൻ ഭംഗി ഉണ്ടാവുകയും വേണം. മനസ്സിലായോ? ഇപ്പം ഞാൻ ഇതൊരെണ്ണം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുമേ. കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിനിങ്ങനെ ചെരിച്ചിട്ടിട്ട് ഇങ്ങനെ സൈഡിലോട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ട് ഇങ്ങനെ കട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് വളരെ സമയമെടുത്ത് പയ്യെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇത് കണ്ടോ, ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഈ വയർ ഇങ്ങനെ സെൻറ്ററിൽ കാണുന്നത് കൊണ്ടാണ് കനം കുറഞ്ഞ വയർ എടുക്കണം എന്ന് പറയുന്നത്. കട്ടിയുള്ള വയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനിങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മളിതാക്കുമ്പം അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാണ്ട് ഇതുപോലെ കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ കനം കുറഞ്ഞ വയറെടുക്കാനായിട്ട് പറയുന്നത്. ഇത് കണ്ട് ഇതിപ്പോൾ നമ്മൾ ആ ത്രെഡിനെ നമ്മൾ ഒന്ന് സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു ലുക്കിന് തന്നെ വ്യത്യാസം വന്നത് കണ്ടോ. ഇങ്ങനെയായിട്ട് വരും കേട്ടോ. ഇനി അടുത്ത ഇതിൻ്റെ കട്ടിങ് സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് ത്രെഡെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കി ഇതിനെ ഒന്നിങ്ങനെ മുകളിലോട്ടൊന്നിങ്ങനെ ചീവി ഒതുക്കുക കൈകൊണ്ട് തന്നെ ഇങ്ങനെ. എന്നിട്ട് ഇതിനെ ഫൈനായിട്ടുള്ള കട്ടിങ് ആണ്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ. ഇത് ഇച്ചിരി സമയം എടുക്കുന്ന ഒരു കാര്യമാണിത്. പയ്യെ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. തട്ടി കൊടുക്കുക. അതുമേ വല്ല ഇത് വീണിട്ടുണ്ടെങ്കിൽ പിന്നെയും കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുക. ആദ്യമേ തന്നെ ഒരുപാട് കട്ട് ചെയ്ത് കളയാനായിട്ട് നോക്കരുത്. ഗ്രാജുവലി ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോവുക. ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവും ഒക്കെ ആയിട്ടിരിക്കും. ഇതിൻ്റെ മുകൾ ഭാഗം ചില വാടാർമല്ലി നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ കൂർത്തിരിക്കുന്ന കാണാം. ചിലതിങ്ങനെ നല്ല ഉണ്ടയായിട്ടിരിക്കുന്നത് കാണാം. ഇതിനെ ഉണ്ടമല്ലി എന്നും വിളിക്കുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതിങ്ങനെ ഉണ്ടയായിട്ടിരിക്കുന്നത് കാണാം. അതുകൊണ്ട് ഞാൻ ഈ മോൾ ഭാഗം ഒരുപാട് കൂർപ്പിക്കുന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നു. ഇപ്പം ഇങ്ങനെയൊരു ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി അടുത്തൊരു കട്ടിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഇങ്ങനെ താഴോട്ടാക്കി പിടിക്കുക. താഴോട്ടാക്കി പിടിച്ചിട്ട്
ഈ അടിയിലുള്ള ഈ ത്രെഡുകളെ നമ്മളൊന്ന് കനം കുറച്ചൊന്ന് വെട്ടണം, എന്നാലാണ് ഒരു റൗണ്ട് ഷേപ്പ് വരുള്ളൂ ഇതിന്. ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് വെട്ടിയെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇവിടെയുള്ള ത്രെഡുകൾ കൂടുതൽ വെട്ടിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പിടിച്ച് വെട്ടണമെന്ന് പറയുന്നത്. കണ്ടോ, ഇപ്പം അടിയിലുള്ള ത്രെഡുകൾ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കിതിനെ ഒരു വാടാർമല്ലിയുടെ ഷേപ്പ് വരും. നമ്മളിതിങ്ങനെ ഓരോ പ്രാവശ്യവും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് പിന്നെയും ഇതിൽ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് തോന്നും കേട്ടോ. ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മളത് മതിയാക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോവും. ഇപ്പം ഞാൻ ഇത് നിർത്തുക. ഓക്കെ, ഇതുപോലെ ഞാനിവിടെ 2-3 എണ്ണം വേറെയും വെട്ടി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ നേരത്തെ വെട്ടി വെച്ചതാണ്. ഇതിങ്ങനെ എടുക്കുമ്പോൾ നമുക്കിത് ഈ ത്രെഡിന് കണ്ട നീളം കൂടുതലൊക്കെ തോന്നും. അപ്പോൾ അതൊന്ന് വെട്ടി കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ ഫ്ലവർ ആക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടി അവിടെ ഇവിടെയും വെട്ടണമെന്നൊക്കെ തോന്നുക. അപ്പോൾ നമ്മളത് വെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആദ്യം നമുക്ക് ഫ്ലവറുകൾ ഉണ്ടാക്കി വയ്ക്കുക. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഷേപ്പ് വെട്ടിയെടുക്കുന്നത്. നമുക്ക് ഇതെല്ലാം മാറ്റി വയ്ക്കാവേ. ഇനി അടുത്തതാണ് നമുക്ക് ഈ വയറിൽ ടേപ്പ് ചുറ്റുന്നതും ഈ ലീഫ് അറ്റാച്ച് ചെയ്യുന്നതും. ഇതുപോലെ നമുക്ക് ലീഫ് അറ്റാച്ച് ചെയ്ത് ഉണ്ടമല്ലിയുടെ താഴെ തന്നെ 2 ചെറിയ ലീഫ് നിൽക്കും. അത് അത്രയും ചെറിയ ലീഫ് വെക്കാനായിട്ട് പറ്റിയാൽ അതാണ് നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാനിത് വെക്കുന്നു കേട്ടോ. ഇപ്പം ഇതെൻ്റെ കയ്യിൽ ഒത്തിരി നാളായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ചെറിയൊരു തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ലീഫ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ വെൽവെറ്റിൻ്റെ ലീഫ് മേടിക്കാൻ കിട്ടും കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ ടേപ്പ് എങ്ങനെയാണ് ചുറ്റുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഈ ലീഫ് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഈ പിടിച്ച ആദ്യം കട്ട് ചെയ്തെടുത്ത ഈ വാടാർമല്ലീനെ നമ്മൾ മുകളിലോട്ടാക്കി വെച്ചിട്ട് ഈ ലീഫും ഇങ്ങനെ മുകളിലോട്ടാക്കി വെക്കണം. അല്ലെങ്കിൽ നമുക്കിത് ചുറ്റിയെടുക്കാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് വരുവേ. ഷേപ്പൊന്നും ഇപ്പോൾ നോക്കണ്ട ഫ്ലവറിൻ്റെ, കാരണം നമുക്ക് പിന്നെ കറക്റ്റ് ചെയ്ത് എടുക്കാം. ഈ വെച്ച് കഴിയുമ്പം ഇത് ഇച്ചിരി ഒന്നിങ്ങനെ അടിയിലോട്ട് പിടിച്ചിട്ട് ഈ വയറ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഫ്ലവർ കറക്റ്റ് അതിലേക്ക് ഇറങ്ങിയിരിക്കും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതിങ്ങനെ 3ഉം കൂടി ഒരുമിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ടേപ്പ് ചുറ്റുന്നത്. ലൈറ്റ് കളർ ടൈപ്പ് വേണ്ടവർക്ക് അങ്ങനെയൊക്കെ ചുറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പം ഇവിടെ കുറച്ച് വയറൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പിടിച്ചൊന്നിങ്ങനെ താഴോട്ട് വലിക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇറങ്ങി ആ ടേപ്പിൻ്റെ ഉള്ളിലോട്ട് ഇരുന്നോളും. ഓക്കെ, നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ ലീഫിനെ കറക്റ്റ് ഇതിൻ്റെ ഇവിടെയും വരുന്ന മാതിരി വെച്ച് കൊടുക്കുക. അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ വയറ് കണ്ടോ ഇവിടെ കാണുന്ന ഉള്ളിൽ, അത് കാണാതെ ഈ ഫ്ലവർ ഇങ്ങനെ ഒതുങ്ങിയിരിക്കണം. അതുമാതിരി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ പുറത്തോട്ടൊക്കെ ചാടി നിൽക്കുന്ന കാര്യങ്ങളും ഇതും എല്ലാം നമ്മളിങ്ങനെ ഒതുക്കി വെച്ച് കൊടുക്കുക. നമുക്കിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് എക്സ്ട്രാ ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഭാഗത്താണ് വെക്കേണ്ടത് തോന്നണമെന്നുണ്ടെങ്കിൽ, വയർ കാണുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തോട്ടാക്കി വെക്കുക ലീഫിന്. അപ്പോൾ ഇങ്ങനെ ഫ്ലവർ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മാതിരി ഇരുന്നോളും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ വാടാർമല്ലി ആക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് കുറച്ച് കട്ട് ചെയ്യണം, ഇത് ഓക്കെ അല്ല എന്ന് തോന്നുവാണെങ്കിൽ വളരെ സൂക്ഷിച്ച് ഈ ലീഫിനെ താഴോട്ടാക്കിയതിന് ശേഷം ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം വെട്ടാൻ കേട്ടോ. അല്ലാതെ ഇങ്ങനെ വെട്ടി കൊടുക്കരുതേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവറായി. ഇതുപോലെ ഒരു നിറച്ച് നമുക്കൊരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എത്രയാണ് നമ്മൾ ആവശ്യമുള്ളത് അത്രയും ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ 2 എണ്ണത്തിനും കൂടി ഇതുപോലെ ലീഫ് അറ്റാച്ച് ചെയ്തതിന് ശേഷം അതെങ്ങനെയാണ് ഒരു സെറ്റ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇത് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്
എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂന്തോട്ടത്തിലെ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നത് പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഇലകൾക്കിടയിലും ഒക്കെ ഈ വാടാർമല്ലി ഉണ്ടായി നിൽക്കുന്നത് പോലെയുള്ള ഒരു ഇത് കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ എത്ര ഭംഗിയിൽ വരും എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മതിയെന്ന് വിചാരിക്കുന്നു. ആവശ്യത്തിനുള്ള ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് പോലെ ഇതുപോലെ ഒരു കുഞ്ഞു ബാസ്ക്കറ്റിൽ ഫ്ലവേഴ്സ് എല്ലാം ഇരിക്കുന്നത് പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവറുകളും കാര്യങ്ങളും ഇപ്പം എന്താ പറയുക ജാസ്മിനും മറ്റേ ചെണ്ടുമല്ലിയും അങ്ങനെ കുറേ ഫ്ലവേഴ്സ് ഇരിക്കുന്നത് പോലെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വാടാണ്ടൊക്കെ അങ്ങനെ കേടാവാതെ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നാൾ നമുക്ക് ഇരിക്കാം. ഇതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഫില്ലേഴ്സാണ്. ഫില്ലേഴ്സ് എല്ലാം ഞാൻ വേറെ ഡെക്കറേഷനുകളിൽ യൂസ് ചെയ്യുന്നതാണ് പിന്നെയും റീയൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുമ്പം ഇതുപോലെയുള്ള ഡെക്കറേഷൻ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വളരെ ഉപകാരമാണ്. അത് മാറ്റി പല 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 ഡെക്കറേഷന് അതിന് തണ്ടൊക്കെ നീളം കൂട്ടിയും കുറച്ചും ഒക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഈ ഫില്ലേഴ്സൊക്കെ ഞാൻ മുമ്പ് വേറെ ഡെക്കറേഷനൊക്കെ പിന്നെ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോകളിലും ചിലപ്പോൾ ഇതൊക്കെ ഞാൻ ഫില്ലേഴ്സായിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ അന്ന് അതിൽ യൂസ് ചെയ്തതാണല്ലോ ഇത് എന്നുണ്ടെങ്കിൽ കറക്റ്റാണ്, അതിൽ യൂസ് ചെയ്തത് തന്നെയായിരിക്കും. അത് റീയൂസ് ചെയ്ത് നമ്മൾ വേറെ ടൈപ്പിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഒയാസിസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഹൈറ്റിന് അത് കിട്ടുക. അപ്പോൾ ഞാനിത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ലെങ്ത്തിന് തന്നെ ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റുക ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഈ ഒരു എന്താ പറയുക ഈ ഒരു ലെങ്ത്തിലുള്ള ഈ ഒരു വുഡൻ്റെ ബോക്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു ട്രേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഈ താഴെയുള്ള ഈ ബോട്ടം ഭാഗം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ചെയ്ത് തുടങ്ങാം. എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആദ്യം എനിക്കിതിങ്ങനെ നേരെ ഉണ്ടായി നിൽക്കുന്നത് പോലെയുള്ള ഒരു എഫക്റ്റാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിലോട്ട് ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഏകദേശം വെച്ചിട്ട് ഈ ഫ്ലവറുകൾ ഇങ്ങനെ കുത്തി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ശരിക്കും വാടാർമല്ലി ഇങ്ങനെയൊന്നും അല്ല ഉണ്ടായി നിൽക്കുന്നത്. അതിങ്ങനെ ഒരു കൂട്ടം പോലെ ഇങ്ങനെ വലിയൊരു ചെടിയുടെ ഇതിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ്. പിന്നെ ഡെക്കറേഷൻസൊക്കെ നമ്മളുടെ ഒരു ഇമാജിനേഷൻ വെച്ചിട്ടാണ് കേട്ടോ. നമ്മളുടെ ഒരു മൈൻഡും ഓരോരുത്തരുടെ മൈൻഡ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മളുടെ ഡെക്കറേഷൻസും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ നിങ്ങൾ കാണാവുള്ളൂ. ഞാൻ പിന്നെ ഇതൊന്നും അങ്ങനെ ആധികാരികമായി പഠിച്ചിട്ടുള്ള ഒരാളൊന്നും അല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ കാര്യങ്ങളെല്ലാം എൻ്റെ ഇതിലുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു ലൈൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഈ ലീഫിൻ്റെ ഇത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് ഞാൻ ഇതുപോലെ ഈ തണ്ടുണ്ടല്ലോ വയറ് ആഡ് ചെയ്യാതെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഫില്ലേഴ്സായിട്ട് ഇതെങ്ങനെയാകും ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു ഫില്ലേഴ്സ് കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു റോയും കൂടി ഫ്ലവർ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ബേബീസ് ബ്രത്തിൻ്റെ ഒരു ഇത് കൊടുക്കാം നമുക്ക്. ഇനി ഞാനൊന്ന് തിരിച്ച് വയ്ക്കുന്നുണ്ട്. എനിക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നും കൂടി ഒന്ന് കുത്തി കൊടുക്കണം. ഓക്കെ, അപ്പം ഇതൊരു റോ കൊടുത്തു, അതിനിടയിൽ ഗ്രീൻ കൊടുത്തു, ഇതും ഒരു റോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഫില്ലേഴ്സ് പോലെ ഇതിങ്ങനെ കൊടുക്കുന്നുണ്ട്.
ഇതൊരു കംപ്ലീറ്റ് ഒരു റോ ആയി ഇത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് തിരിച്ചൊന്ന് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു സെക്ഷൻ വാടാർമല്ലിയുടെ ഇത് കൊടുക്കാം കേട്ടോ. എത്ര എണ്ണ ഇതിൻ്റെ ഒരു താഴെ നിൽക്കുന്നത് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവേ. ഇതിലൊരു നമ്മളൊന്ന് പയ്യെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഞാൻ വെക്കാൻ പോകുന്ന സ്ഥലം 2 ഭാഗവും കാണുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് 2 സൈഡും ഒരുപോലെ ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതേ ഒരു റൗണ്ട് റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു വയലറ്റ് ഷെയ്ഡും ഈ വൈറ്റും തമ്മിൽ നന്നായിട്ട് പോകുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാനിതിൻ്റെ ഇവിടെ ഒരു 2ാമത്തെ റോ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് വരാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മളുടെ 2 സൈഡിലും നമ്മൾ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ലീഫ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ലീഫ് നിങ്ങളുടെ ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ കൂടുതൽ ഈ ലീഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ എക്സ്ട്രാ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ലീഫ് എടുത്തത്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ അതിന് ചേരുന്ന മാതിരി ഇതിങ്ങനെ പുറത്തോട്ടും ഒക്കെ വരുന്ന മാതിരി ഇങ്ങനെ കുത്തി കൊടുക്കാം. കണ്ടോ? ഇതിങ്ങനെ ചെറിയ ലീഫുകൾ മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം. ഒരെണ്ണം മാത്രമായിട്ട് നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ കുത്തി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തിട്ട് ഇനി നമുക്ക് ഫില്ലേഴ്സ് വല്ലതും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇത് വെക്കുന്നില്ല കേട്ടോ, ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇതില്ലാതെ തന്നെ നമുക്ക് ഈ വൈറ്റിൽ നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇതിൻ്റെ ഈ അറ്റത്ത് ഫുള്ള് നമ്മൾ ഈ ലീഫ് കുത്തി കൊടുത്ത് ഫില്ല് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ആ ഒയാസിസ് കാണാത്ത പോലെ കുത്തി കൊടുക്കണം കേട്ടോ. എനിക്കത് തികഞ്ഞില്ല കേട്ടോ, ഞാനിത് 2ാമത് ഇത് എടുത്തു വേറെ. നമ്മളത് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ നമ്മളൊരു ഇത് ചെയ്യാനായിട്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഫില്ലാക്കി കഴിഞ്ഞു. ഇത് ഞാൻ നേരെ വയ്ക്കട്ടെ, ഇതൊന്ന് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞായിരുന്നിരുന്നു. ഇത് പിന്നെ നമുക്ക് ഒരു ചെറിയ ബൗളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രയർ ഏരിയയിലും അല്ലെങ്കിൽ ഫ്രണ്ട് ടേബിളിൻ്റെ പുറത്തും ഒക്കെ ആയിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ.
എവിടെയാണ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു ഇതെടുത്തിട്ട് അതിൻ്റെ ഷേപ്പിന് നിങ്ങൾ അറേഞ്ച് ചെയ്തെടുക്കുക. ഞാൻ ഇങ്ങനെയുള്ളൊരു ഇതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ ചെടി ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ അതിൻ്റെ താഴെ വേറെ പൂക്കളും ചെടികളും എല്ലാം ഉണ്ടാവും. അതിൻ്റെ ഒപ്പം കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഫുകൾ ഉണ്ടാവും. അതിൻ്റെ ഇടയിലെല്ലാം ഈ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്ന പോലത്തെ ഒരു കൺസെപ്റ്റാണ് ഞാൻ എടുത്തത്. കറക്റ്റായിരുന്നു കേട്ടോ ലീഫ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഓണത്തിൻ്റെ ഫസ്റ്റ് ഡെക്കറേഷൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ഒന്നെങ്കിൽ ജാസ്മിൻ ഫ്ലവറോ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാട്ടോ ഡെക്കറേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു വാടാർമല്ലി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളത്. ഇത് ഞാൻ പഠിച്ചത് എൻ്റെ കുഞ്ഞിലെ പഠിച്ചതാണ്. ഞാനൊരു ക്രാഫ്റ്റ് ക്ലാസ്സിന് പോയപ്പം എനിക്ക് എൻ്റെ മിസ്സ് എനിക്ക് 2 ഫ്ലവറാണ് ത്രെഡ് വെച്ച് ഇതുപോലെ ചെയ്യാനായിട്ട് പഠിപ്പിച്ചത്. ഒന്ന് ജമന്തിയും ഒന്ന് വാടാർമല്ലി. വാടാർമല്ലി തന്നെ ഇപ്പോൾ ഒരുപാട് കളേഴ്സിലുണ്ട് കേട്ടോ. ഈ വൈൻ കളറിലുണ്ട്, പിന്നെ ഒരു ലൈറ്റ് പർപ്പിൾ ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്. അപ്പം നിങ്ങളുടെ വീടിന് ചേരുന്ന കളർ ഏതാണെന്ന് നോക്കി. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കളറ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഏതാണ് കളർ ചേരുന്നത് എന്നുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് വയ്ക്കാം. ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കും വീട്ടിൽ. നമ്മൾ എല്ലാ ദിവസത്തിനെ കഴിഞ്ഞും ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഓണം കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ നമ്മളുടെ ഒരു ക്രാഫ്റ്റും കൂടി വെക്കുക. അപ്പോൾ അത് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ തന്നെ ചെയ്ത ഒരു ഡെക്കറേഷൻ വെക്കുക എന്ന് പറയുന്നത് നല്ലതല്ലേ. അപ്പം ഇതാണ് ഡെക്കറേഷൻ. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ സൈഡും ഒരുപോലെയാണ് വരുന്നത്. ഇതിങ്ങനെ മുകളിലോട്ടാണ് വരുന്നത്. ഞാൻ അവിടെ ഒരു ഫ്രണ്ട് ഏരിയയിലാണ് ഇത് വെക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്കവിടെ വയ്ക്കാം. ബാ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്ലവർ ഡെക്കറേഷൻ ചെയ്തത്. ഞാൻ ഇത് ഈ ഒരു സ്പേസിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ചെയ്തെടുത്തത്. കണ്ടോ ഭംഗിയില്ലേ? അപ്പോൾ ഇതിനെ ഈ സൈഡിൽ നിന്ന് നോക്കിയാലും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിയാലും ഇത് കണ്ടോ സെയിം ഒരു ഫ്ലവർ ഡെക്കറേഷനൊക്കെ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ ഏത് സ്ഥലത്താണ് വെക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കണേ അതിൻ്റെ ഷേപ്പിന് ഡെക്കറേറ്റ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. ഓണത്തിൻ്റെ സമയത്തല്ലേ നമ്മളിങ്ങനെയുള്ള ഫ്ലവറുകൾ കൂടുതലും നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. ഫ്ലവർ മാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഈസി ആയിരുന്നോ എന്നുള്ള കാര്യമെല്ലാം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. ബൈ.